നമസ്കാരം. അധികാരത്തിനോടുള്ള അമിതാവേശം അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കയ്യിൽ കിട്ടിയ അധികാരത്തിന്റെ ബലത്തിൽ ഇനി കാണിച്ചു കൂട്ടാൻ പരാക്രമങ്ങൾ ഒന്നുമില്ല. എന്തു ചെയ്താലും മൂന്നാമതും അധികാരത്തിലെത്തണം. അതാണ് ട്രംപിന്റെ ലക്ഷ്യം. ട്രംപിന്റെ ഈ മനസ്സിലിരിപ്പ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. US ഭരണഘടന വിലക്കുണ്ടെങ്കിലും മൂന്നാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുന്ന വഴികളുണ്ടെന്നും ട്രംപ് പറയുന്നു. എന്നാൽ വഴികൾ ഏതാണെന്ന് വെളിപ്പെടുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. US ഭരണഘടനയുടെ 22ാം ഭേദഗതി പ്രസിഡന്റുമാരെ 2 ടേമുകളായി പരിമിതപ്പെടുത്തുന്നുണ്ട്. ട്രംപ് വീണ്ടും മത്സരിക്കണമെങ്കിൽ ഈ ഭേദഗതി റദ്ദാക്കേണ്ടതുണ്ട്. അതിനാൽ 2028 വീണ്ടും മത്സരിക്കാൻ നിയമപ്രകാരം ട്രംപ് യോഗ്യനല്ല. മൂന്നാം വട്ടവും പ്രസിഡന്റ് ആകുന്നതിനുള്ള ഭരണഘടനാപരമായ തടസ്സം ലഘൂകരിക്കാനുള്ള വഴികൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് വ്യക്തമായ സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്തായാലും അധികാരത്തിന്റെ ലഹരി ആവോളം നുണഞ്ഞ ട്രംപ് സൗദി സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശയാത്രയാണിത്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം US മാധ്യമങ്ങളെ അറിയിച്ചത്. അടുത്ത മാസമാകാം, ഒരുപക്ഷെ അല്പം വൈകിയുമായിരിക്കാം. ഖത്തറിലേക്ക് പോകുന്നുണ്ട്. കൂടാതെ മറ്റ് 2 രാജ്യങ്ങളിലേക്കും പോകും. UAE വളരെ പ്രധാനമാണ്. UAEയിലേക്കും ഖത്തറിലേക്കും പോകുമെന്നും ട്രംപ് പറയുന്നുണ്ട്. 2017 പ്രസിഡന്റ് ആയതിനു ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ സന്ദർശനം സൗദി അറേബ്യയിലേക്കായിരുന്നു. തന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹം റിയാദുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള USന്റെ ശ്രമങ്ങൾക്ക് സൗദി അറേബ്യ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. USഉം റഷ്യയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദിയായിരുന്നു. തുടർന്ന് USഉം യുക്രൈനും തമ്മിലുള്ള സംഭാഷണവും നടന്നു. ഏപ്രിൽ 27 സൗദി സന്ദർശിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പിന്നീട് വൈറ്റ് ഹൗസ് അത് മെയ് മധ്യത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 2017 സന്ദർശനത്തിൽ $350 ബില്യൺ വിലമതിക്കുന്ന സൗദി നിക്ഷേപങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.